ചതിച്ചു സേരു. എന്റെ ഒരമ്മാവ വലിഞ്ഞു കയറി വരുന്നുണ്ട്. മൂപ്പര് വലിയ ശുണ്ടിക്കാരനാ. തന്റെ ബന്ധുക്കളൊക്കെ ശുണ്ടിക്കാരാണല്ലോ. ആരെയും കൂസലില്ല. തന്നെയൊക്കെ പരമ പുച്ഛമാ. കാരണവർക്ക് വല്ല ഇഷ്ടക്കേടും തോന്നിയാൽ തന്റെയും എന്റെയും കാര്യം പോക്ക. വരുന്നുണ്ട്. സലാം മമവാ. സലാം. ഹലോ, ഇതാണല്ലേ നീ പറഞ്ഞ മണ്ടൻ കടുവ? എവിടെടാ നിന്റെ ഗുഹ? വന്നാട്ടെ, നമ്മൾ അങ്ങോട്ടാ. എന്താണ് ഇത്? ഞാനിനി കുനിഞ്ഞു നടക്കണോ? ഇപ്പൊ മാറ്റാ. ശരു, ആ കമ്പ് ഒടിച്ചു കള. അമ്മാവൻ എവിടെയും തലകുനിക്കില്ല, മുട്ടു വളക്കില്ല. നട്ടല്ലിന് വേദനയായിരിക്കും. താൻ പോയി ഗുഹ വരെയുള്ള വഴി ഇതുപോലെ ക്ലീൻ ആക്കി വെക്ക്. മൂപ്പർക്ക് തല കുനിക്കേണ്ടി വരരുത്. ഞങ്ങള് റെസ്റ്റ് എടുത്തിട്ട് വരാം. അമ്പട ശരു. അമ്മാവ, സ്ഥലമെത്തി. ഇതാണോ ഗുഹ? നീ എന്നെ ചോരുന്ന ഗുഹയിൽ താമസിപ്പിക്കും അല്ലേടാ? നിനക്കോ ഞാൻ വെച്ചിട്ടുണ്ട്. ശരു. സൂത്ര, നിന്നെ പറ്റി ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സിൽ മറ്റു കുട്ടികളെ പേടിപ്പിക്കുന്നു എന്ന്. അത് ശരിയാ സൂത്രന്റെ അമ്മേ. പിന്നിൽ ചെന്ന് സൂത്രൻ ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറെ കുട്ടിക്കുറുക്കന്മാർ കാട്ടിൽ വന്നിട്ടുണ്ട്. പോയി അവരെ പരിചയപ്പെട്. അവരെ കളിക്കാനും കൂട്ടണം. സൂത്ര, ഒരു കുട്ടിക്കുറുക്കൻ പോയി കളിക്കാൻ വിളിച്ചോ? അയ്യോ കടുവ. അയ്യോ കടുവ. രണ്ട് പിള്ളേരിരുന്ന് കളിക്കുന്നു. നമുക്കും കളിക്കാൻ കൂടാം. സൂത്രന്റെ അമ്മേ, സൂത്രന്റെ അമ്മേ, പുതിയ കുട്ടികളുടെ കൂടെ കളിച്ചോ? എല്ലാവരും മേടിത്തൊണ്ടന്മാരാ സൂത്രന്റെ അമ്മേ. സൂത്രൻ ടോന്ന് പറയുന്നതിന് മുമ്പേ പേടിച്ചോടി. നടപ്പില്ല. അരങ്ങേറ്റം പഠിക്കാന്നത് മോശമായി പോയി. ഓടിക്കോ ഓടിക്കോ, വെള്ളം വരുന്നു. വെള്ളം. വെള്ളമോ? എവിടെ? എങ്ങോണ്ടൊരു അണക്കെട്ട് പൊട്ടി. ഇവിടൊക്കെ ഇപ്പൊ മുങ്ങും. ചതിച്ചോ കാട്ടൂത്തപ്പ? എന്റെ കാട്ടൂത്തപ്പ ദേ വരുന്നേ. വെള്ളം ഇറങ്ങി. ഹലോ, തന്നെ സമ്മതിച്ചു. ഇങ്ങനൊരുത്ത മരം കയറുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നമുക്കിതൊന്ന് ആഘോഷിക്കാം. വാ, ദാ കൊറേ മുട്ട കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് ചാട്. എന്തിനാ പേടിക്കുന്നത്? മരം കയറിയാൽ ഇങ്ങനെയും ചില ഗുണങ്ങൾ ഉണ്ടല്ലേ. മുട്ടയിട്, തുടങ്ങാം. താനാരാ? പോടൂ. പട്ടേ. ഞാൻ അങ്ങേരോടാ പറഞ്ഞത്. അൽപ്പനും ചെൽപ്പനും തമ്മിൽ ഭയങ്കര തർക്കം. നമ്മൾ തമ്മിൽ യോജിക്കില്ല. ശരിയാ, യോജിക്കില്ല. നിർത്ത്. എന്താ പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നം തീർക്കാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ യോജിപ്പ് വേണ്ടേ? അത് നടക്കുന്നില്ല. രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമാ. ഏയ് അല്ലല്ലോ, നിങ്ങൾ ഒരേ അഭിപ്രായം പറയുന്നത് കേട്ടല്ലോ. നമ്മൾ തമ്മിൽ യോജിക്കില്ല എന്ന് രണ്ടുപേരും പറഞ്ഞില്ലേ? താൻ മിണ്ടാതിരി. പ്രശ്നം വിശദമായിട്ട് പറ. ഒരു ഗുസ്തിക്കാരൻ കരടി ഞങ്ങളെ കുറെ ദിവസമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു കാരണവുമില്ലാതെ തലക്കടിക്കും, തള്ളും, ഭീഷണിപ്പെടുത്തും, ചവിട്ടും. ഞങ്ങളോട് കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ അവനെ ഒരുമിച്ച് നേരിടണമെന്ന്. അത് ശരിയാ. കരടി നിങ്ങളുടെ പൊതുശത്രുവാണല്ലോ. പൊതുശത്രുവോ? പൊതിയല്ല, പൊതു. പക്ഷേ അങ്ങനെ നേരിടുന്നതിന് മുമ്പ് ഞങ്ങളുടെ അഭിപ്രായം ഒന്നായിരിക്കണം എന്ന് ഫ്രണ്ട്സ് പറഞ്ഞു. ഞങ്ങൾക്ക് തന്നെ രണ്ട് അഭിപ്രായമാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ പറ്റില്ലത്രേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ശക്തിയും അഹങ്കാരവും തടിമെടുക്കുന്നുള്ള ഈ ഗുസ്തിക്കാരന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ. ഞങ്ങളെ പുഴുവിനെ പോലെ കാണുന്നത്. അതാ എന്റെ അഭിപ്രായം. പക്ഷേ ഇവന് യോജിപ്പില്ല. അതെന്താ, കരടിക്ക് ശക്തിയില്ലേ? ശക്തിയുണ്ട്, അഹങ്കാരം തടിമെടുക്കുമില്ലേ? അതുകൊണ്ട്
ഗുസ്തിക്കാരന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞതിനോടാണോ യോജിക്കാത്തത്? അതിലും യോജിപ്പാ. ചേടാ പിന്നെന്താ പ്രശ്നം? പറഞ്ഞതിലൊക്കെ യോജിച്ചല്ലോ. ഇനി നിങ്ങൾ ഒത്തൊരുമിച്ച് അങ്ങോട്ട് ചെന്ന്. അവസാനം ഇവൻ പറഞ്ഞതിനോടാ യോജിപ്പില്ലാത്തത്. ഞങ്ങളെ പുഴുവിനെ പോലെയല്ല ഉറുമ്പിനെ പോലെ കാണുന്നത് എന്നാ എന്റെ അഭിപ്രായം. ഇനി നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാം. ഞങ്ങളെ ചുറ്റുമാണോ സാറിന്റെ ചുറ്റുമാണോ? ചുറ്റുമുള്ളത് എന്ന് പറഞ്ഞാൽ പൊതുവെ കാണുന്നത്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. വായുവിൽ പറന്നു നടക്കുന്ന ഒരു സാധനത്തിന്റെ പേര് പറയൂ. വായിൽ പറന്നു നടക്കുന്നത് വായിൽ കയറിയ ഈച്ച. വായുവിലല്ല, വായുവിൽ. ഭാരം കുറഞ്ഞ സാധനങ്ങളാ പറന്നു നടക്കുക. തീറ്റ കുറിച്ചാൽ ഭാരം കുറയുമെന്ന് അമ്മ പറഞ്ഞു. ആ കുറയലല്ല. ഉദാഹരണത്തിന് പഞ്ഞി കഷ്ണം പറന്നു നടക്കുന്നത് ഭാരം കുറഞ്ഞത് കൊണ്ടാ. അടുത്ത ചോദ്യം, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്താണ്? കല്ല്. സൂത്രം പറഞ്ഞ ഉത്തരം ശരിയാണ്. തേങ്ങ പൊങ്ങിക്കിടക്കും, പക്ഷെ കല്ല് പൊങ്ങിക്കിടക്കില്ല. പൊങ്ങി കിടക്കും. ഇല്ല, കിടക്കില്ല. കിടക്കും സാർ. ഇല്ല, കിടക്കില്ല. ഞാൻ കണ്ടതാ. എവിടെ? ഇങ്ങോട്ട് വരുമ്പോ കണ്ടല്ലോ. ഓഹോ, എങ്കിലതൊന്ന് കാണണം. വാ. കണ്ടോ, മഴവെള്ളത്തിൽ കല്ല് പൊങ്ങി കിടക്കുന്നു. സൂത്ര, ഈ പാറയിൽ എന്തോ എഴുതി വച്ചിരിക്കുന്നു. ഓർത്താലോ പുലിയ? പണ്ട് ഇതുവഴി ആദ്യം വന്ന പുലിയായിരിക്കും, അതാ പേരെഴുതി വെച്ചത്. ആദ്യം വന്നാൽ പേരെഴുതണോ? ഒരു ഓർമ്മയ്ക്ക് എഴുതുന്നതാടോ. സ്വന്തം പേരല്ലേ, എഴുതിയില്ലെങ്കിലും ഓർമ്മിക്കില്ലേ? ഇവിടെ വന്നതിന്റെ ഓർമ്മയ്ക്ക് എന്നാ പറഞ്ഞത്. ഐഡിയ, നമുക്ക് ഈ പരിപാടി കാട്ടിൽ തുടങ്ങിയാലോ? അതിനാരെങ്കിലും ആദ്യം വരണ്ടേ, എന്നാലല്ലേ പേരെഴുതാൻ പറ്റൂ. അല്ലെന്നേ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ ചെയ്തവരുടെ പേര് നമുക്ക് എഴുതി വെച്ച് കൊടുക്കാം. അവർക്കൊരു സന്തോഷമാകും, നമ്മൾ ഫേമസുമാകും. അതെങ്ങനെ? എല്ലാവർക്കും പേരെഴുതി കൊടുക്കുന്നത് നമ്മളല്ലേ, അതുവഴി നമ്മളെ എല്ലാവരും നന്ദിയോടെ ഓർക്കും. ചേട്ടൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണോ? അത് വളരെ നല്ല കാര്യമാ. നല്ല കാര്യം ചെയ്തതിന് ഈ കല്ലിൽ ചേട്ടന്റെ പേരെഴുതി വെക്കാം. താൻ കുറെ കാലമായി മരം കുലുക്കി പഴം വീഴ്ത്തുന്നതല്ലേ, അത് നല്ല കാര്യമാ. മരത്തിൽ തന്റെ പേര് എഴുതാം. വെള്ളം കലക്കാതെ നീന്തുന്നതിന് ചേട്ടന്റെ പേര് ഈ കല്ലിൽ എഴുതി വെച്ചു തരാം. സംഗതി ഉഷാർ. എല്ലാവർക്കും നമ്മളോട് അടുപ്പം തോന്നുന്നുണ്ട്. അയ്യോ, പ്രധാനപ്പെട്ട ഒരാളെ മറന്നു. കടിയൻ. വാ, അങ്ങോട്ട് വിടാം. പറ്റിയ സമയം ഗുഹ വൃത്തിയാക്കുകയാ. ചേട്ടാ, ഗുഹ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നല്ല കാര്യമാ. ആ നല്ല കാര്യത്തിന് പകരം ചേട്ടന്റെ പേര് എഴുതി വെക്കാം. പുതിയ പരിപാടിയാ. തന്റെ ഒരു പരിപാടി? എടോ, ഏതോ വികൃതി പിള്ളേര് എന്റെ പേര് ഗുഹയിൽ എഴുതി വെച്ചതിനാ ഞാൻ ഈ പണി മുഴുവൻ എടുത്തത്. മനസ്സിലായോ? അവനെ ഞാൻ കല്ലെറിഞ്ഞു വീഴ്ത്തും. അവന്റെ മുഖത്ത് തേനീച്ച കൂടെറിയും. അയ്യോ, എന്തു പറ്റി? ആരോടാ ദേഷ്യപ്പെടുന്നത്? എന്നെ ഒരു പോത്ത് ഇൻസൾട്ട് ചെയ്തു. എന്റെ കണ്ണിൽ ഒരു ഈച്ച പോയപ്പോ കണ്ണു ചുവന്നതിന് അവൻ എന്നെ തക്കാളി കണ്ണൻ എന്ന് വിളിച്ചു. അതാണോ കാര്യം? അതിനാണോ കല്ലെറിയും തേനീച്ച കൂടെറിയും എന്നൊക്കെ പറഞ്ഞത്? പിന്നല്ലാതെ എനിക്ക് ദേഷ്യം തിളച്ചു വന്നു. അടങ്ങ് ചേട്ടാ, ഞങ്ങള് സഹായിക്കാം. എറിയാൻ തേനീച്ച കൂടെ എടുത്തു കൊടുക്കാനാണോ സൂത്ര? ചെറിയ തെറ്റല്ലേ, അതിന് ചെറിയ ശിക്ഷ കൊടുക്കാം, എന്നിട്ട് സോറി പറയണം. അതെന്തിനാ? ഇതൊക്കെ സൈക്കോളജിക്കൽ പരിപാടിയാ. ശിക്ഷ കഴിഞ്ഞ് മാപ്പ്, അതാണ് വിദ്യ. തൽക്കാലം ദേഷ്യം മാറാൻ ചെറിയ ശിക്ഷ കൊടുക്കുക. അത് കഴിഞ്ഞ് സോറി പറഞ്ഞാൽ വഴക്കും മാറും. ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ നെല്ലിക്ക പറിച്ച് തലയിലെറിയുക. അതാവുമ്പോ വലിയ പരിക്കില്ല. അത് കഴിഞ്ഞ് നെല്ലിക്ക ഏറിന് സോറി പറയുക. ക്ലീൻ. അറിയാം.
ദാ നെല്ലിക്കും ഇവിടെ തന്നെ കിടപ്പുണ്ട്, കൊണ്ടുപോയിക്കോ. അത് നന്നായി. തോന്നിതൊക്കെ എവിടുന്ന് പഠിച്ചു സൂത്രോ? ഹിഹി. ഛേ, പോ ഈച്ചേ. ഛേ, ഇതൊരു ശല്യമായല്ലോ. പുള്ളി ബേസിക്കലി ഒരു ദേശക്കാരനാ. ഈച്ച കാരണം പിന്നെയും തക്കാളിക്കണ്ണ് വരുമോ? ശിക്ഷ മാപ്പ്. നിന്നാദ്യം ഞാൻ ശിക്ഷിക്കും. നെല്ലിക്ക കയറ്, അത് കഴിഞ്ഞ് സോറി പറയാം. സോറി സോറി. ഞാൻ സോറി പറഞ്ഞിട്ടും വിടുന്നില്ല സൂത്ര. സൂത്ര, ഇതെന്താ? സൂത്ര, ഇത് കുറച്ചു നേരത്തേക്ക് തരാമോ? എനിക്കും ഒരു സ്ഥലത്ത് കേറാനുണ്ട്. സൂത്ര, ചതിച്ചു. പശ കൂടിപ്പോയി, വലിച്ചിട്ട് പോരുന്നില്ല. എന്റെ വാലിലെ രോമം മോഷ്ടിക്കാൻ എലികളെ വിട്ടത് താനല്ലേടോ? രക്ഷിക്കാൻ ആ എലികളോട് തന്നെ പറ. ദും. സൂത്രോ സൂത്രോ, അയ്യോ സൂത്രന്റെ ബോധം പോയേ. ആരാ എലികളുടെ കാര്യം പറഞ്ഞത്? ബൊബോബൻ ആനയോ? മൂപ്പര് സൂത്രനെ എറിഞ്ഞു മരത്തിൽ കയറ്റി, സൂത്രന്റെ ബോധം പോയി. മരം പുഴയിലേക്ക് പതുക്കെ ചെരിയുന്നുണ്ടല്ലോ. ദാ ഒരു മുതല് വരുന്നു. എന്റെ കോട്ടുമുത്തപ്പോ. ചേട്ടൻ മേടിക്കണ്ട. സൂത്രൻ ചേട്ടനെ രക്ഷിക്കാൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കാം. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണം, ഒട്ടും സമയമില്ല. എടാ, നീ 1, 2 എന്ന് എണ്ണാൻ തുടങ്ങിക്കോ. 1, 2, 40 എന്ന് എണ്ണുമ്പോഴേക്കും മരം ചെരിഞ്ഞു വീഴും. പക്ഷെ അപ്പോഴേക്കും മുതലയും എത്തും. 3, 4, 5, 6. മുതല എത്തും മുമ്പ് നമുക്ക് മരം വീഴ്ത്തണം. അതാണ് പദ്ധതി. പണി തുടങ്ങിക്കോ. 20 എണ്ണുമ്പോഴേക്കും മരം വീഴണം. മരം വീണാൽ ഉടനെ ശരിച്ചേട്ടൻ വെള്ളത്തിൽ ചാടി നീന്തണം. ഒരു സംശയം. 7, 8. സംശയമൊക്കെ അവസാനം ചോദിക്കാം. ആദ്യം പദ്ധതി പറയട്ടെ, സമയം കുറവാ. 9, 10. 25 എണ്ണുമ്പോഴേക്കും ചേട്ടന് സൂത്രൻ ചേട്ടന്റെ അടുത്ത് എത്താൻ പറ്റും. 11, 12. 35 മുമ്പ് സൂത്രൻ ചേട്ടനെയും കൊണ്ട് തിരിച്ചും നീന്തിയെത്താം. 13, 14. 15, 16. 40 ആകുമ്പോഴേ മുതല നീന്തി ഇവിടെ എത്തൂ. പേടിക്കാനില്ല. 17, 18. ഒരു സംശയമുള്ളൂ എങ്കിൽ വേഗം ചോദിച്ചോ. 20 മരം വീഴും. 19. എന്റെ സംശയം വേറൊന്നുമല്ല. നീന്തലറിയാത്ത ഞാൻ വെള്ളത്തിൽ ചാടിയാൽ കുഴപ്പമുണ്ടോ? 20. ബ്ലുഷ്. വൈദ്യരെ, കൈ മണക്കുമ്പോഴും നിവർത്തുമ്പോഴും വേദന. കൈ വേണ്ടത്ര അനങ്ങാത്തത് കൊണ്ടാ. നടക്കുമ്പോൾ കൈ വീശി നടക്കണം. പിന്നെ കെട്ടി നടന്നാൽ അനക്കം കുറയും. ഞാൻ വീശി കൊടുത്താൽ മതിയോ? പിന്നെ രസമുള്ള ഒരു ചികിത്സ പറഞ്ഞു തരാം. മരത്തിലടി. മരത്തിലടിയോ? ഒരു വടിയെടുത്ത് ഏതെങ്കിലും മരത്തിൽ 100 തവണ അടിക്കുക. 100 തവണ കൈ വീശിയാലും മതി. പക്ഷേ അടിക്കുമ്പോൾ കുറെ കൂടി രസമല്ലേ? ബോറടി ഉണ്ടാവില്ല. ശരിയോ? ഇടയ്ക്കിടെ അടിക്കാൻ ചാൻസ് കിട്ടുന്നത് കൊണ്ട് കടിയന് തീരെ ബോറടിയില്ല. ഈ മരം മതി. എടാ മരമേ, നിനക്കിന്ന് കിട്ടും. വടിയും കിട്ടി. പട്ടേ പട്ടേ പട്ടേ. പട്ടേ പട്ടേ. ഇതെന്താ? ചികിത്സയോ? ചികിത്സ. പട്ടേ പട്ടേ. കൈ പൊങ്ങാനുള്ള ചികിത്സയോ? ഇങ്ങനെ തല്ലിയാൽ കൈ പൊങ്ങുമോ? പട്ടേ പട്ടേ. പൊങ്ങും. 100 തവണ തല്ലണം. മൂങ്ങ വൈദ്യരുടെ ചികിത്സയാ അല്ലേ? പട്ടേ പട്ടേ പട്ടേ. കണ്ടാലേ അറിയാം ഇത് ഫലിക്കുന്നുണ്ട്. ഞാനും ഒന്ന് പരീക്ഷിക്കട്ടെ. ഈ നാളെ ആ കഴുതയും കൈ പൊക്കാൻ പോയിട്ടുണ്ട്. അതവനോ? പട്ടേ 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 പട്ടേ. നിങ്ങളെ ചികിത്സ ഫലിക്കുന്ന മട്ടില്ല. അടി 100 അല്ല 300 ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ തല്ലിയ മരം കയ്യും പൊക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഈ മരത്തിനാണെങ്കിൽ ഒരു കൂസലുമില്ല.
ഇനി ഞാൻ എണ്ണ, നീ ഒളിച്ചോ. 1 2 3. സൂത്ര, എപ്പോഴും കളി തന്നെ കളി. വല്ല മുയലിനെയും പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ അച്ഛൻ പറഞ്ഞതല്ലേ? പറഞ്ഞു. എന്നിട്ടാണോ കളിച്ചു നടക്കുന്നത്? സൂത്രനെ കണ്ടുപിടിച്ചേ. ശരി, കളിച്ചത് മതി. ഇനി ഗുഹയിൽ പോ. നീ പിന്നെയും ഇവിടെ ഇരിപ്പാണോ? പോയി മുയലിനെ പിടിക്ക്, അല്ലെങ്കിൽ ഞാനും വരാം. ഷേരുവിന്റെ അമ്മയെ ഒന്ന് കാണണം. അതാ ഷേരു. ഷേരു മുയലിനെ എറിഞ്ഞു പിടിക്കുകയാ. കണ്ടു പഠിക്കടാ. ഷേരുവിന്റെ കൂടെ നീയും ചെന്ന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ പോയിട്ട് വരാം. അയ്യോ, കിട്ടിയോ? കിട്ടി, അവന് ഏറ് കിട്ടി. ഇനി ഓടിക്കോ, അല്ലെങ്കിൽ നമുക്ക് വേറ് കിട്ടും. ഇല കൊണ്ട് പന്തുണ്ടാക്കി എറിയുന്ന കളിയാ ഈ മുയലുണ്ണി പഠിപ്പിച്ചതാ. സൂത്രോ, ഇത് സപ്രനും ഡിപ്രനും എന്റെ ഫ്രണ്ട്സോ. രണ്ടുപേർക്കും തന്റെ ഉപദേശം വേണമെന്ന്. ഉപദേശമോ? അത് എല്ലാവരും ഇവരെ മണ്ടന്മാരെന്ന് വിളിച്ച് കളിയാക്കുകയോ. ഇവർ അത് കാരണം എന്തോ ഒന്നിൽ വീണുപോയി. എന്തായിരുന്നു അത്? കിട്ടി, ഡിപ്രഷർ. ഡിപ്രഷർ അല്ല, ഡിപ്രഷൻ. കടുത്ത നിരാശ എന്നർത്ഥം. രണ്ടുപേർക്കും നിരാശയാണോ? അത് താനൊന്ന് ഉപദേശിച്ച് ശരിയാക്കണം. ശരി, ആരാ കളിയാക്കുന്നത്? എല്ലാവരും കളിയാക്കും. അപ്പൊ നല്ല വിഷമം വരും. ശരിയോ, വിഷമം വരും. മണ്ടന്മാരാണെങ്കിലും അങ്ങനെ വിളിക്കണോ? ശരു, താൻ മിണ്ടാതിരി. നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി. ഇതൊക്കെ പുല്ല് പോലെ പരിഹരിക്കാം. പുല്ല് എനിക്ക് ഇഷ്ടമല്ല. അല്ലെന്നേ, ആരെങ്കിലും കളിയാക്കിയാൽ അത് നമ്മൾ കണക്കാക്കരുത്. ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി പുറത്തു കളയുക എന്ന് കേട്ടിട്ടില്ലേ? ആരെന്ത് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണ്ട എന്നർത്ഥം. മനസ്സിലായോ? സംശയം വല്ലതും ഉണ്ടോ? മനസ്സിലായി, സംശയമില്ല. എനിക്കൊരു സംശയമുണ്ട്. മിടുക്കൻ, സംശയമുണ്ടാകുന്നത് ബുദ്ധിയുടെ ലക്ഷണമാ. മറ്റവനെ കണ്ടോ? കേട്ട പാടെ എണീറ്റു പോയി. സംശയവുമില്ല, ചോദ്യവുമില്ല. ഇത്തരക്കാരെ ആരെങ്കിലും മണ്ടനെന്ന് വിളിച്ചാലും കുറ്റം പറയാനാവില്ല. നീ ഏതായാലും അതുപോലെയല്ല. നിനക്ക് ഒരു സംശയമെങ്കിലും തോന്നിയല്ലോ. നീ മണ്ടനല്ല എന്നർത്ഥം. അതുകൊണ്ട് നിനക്ക് ഡിപ്രഷൻ വരേണ്ട ഒരു കാര്യവുമില്ല. അതുപോട്ടെ, എന്താ നിന്റെ സംശയം? ഒരു ചെവിയിൽ കൂടി കേട്ട മറ്റേ ചെവിയിൽ കൂടി പുറത്തു കളയുക എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പുറത്തു കളയേണ്ട ചെവി ഏതാണെന്നാ സംശയം? വലത്തെ ചെവിയോ ഇടത്തെ ചെവിയോ? എണീക്ക് സൂത്ര, നേരം വൈകി. എനിക്കിടെ ഒരടി നടക്കാൻ വയ്യ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇങ്ങനെ വലിച്ചു വാരി തിന്നരുതെന്ന്. ഇവൻ ആരടോ? എന്നാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അത് ശരി, അപ്പൊ മലയാളം അറിയാം. താനാരോ? എവിടുന്ന് വരുന്നു? എന്ന് വെച്ചാൽ വളരെ ദൂരേന്ന് വരികയാണെന്ന്. അതായത് നിങ്ങളെന്താ ഇവിടെ? തിന്ന് തിന്ന് വയറ് വീർത്തു, നടക്കാൻ വയ്യ. ശരി, താനിങ് വാ. ഇവന് ശരിക്കൊന്ന് പിടിച്ചാൽ നമുക്ക് വീട്ടിലെത്താം. എന്താ കുശുകുശുക്കുന്നത്? ചേട്ടനൊരു സഹായം ചെയ്യണം. ഞങ്ങളെ വീട്ടിലൊന്ന് എത്തിക്കണം. അതിനെന്താ തരേണ്ടത്? എന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം. ഓഹോ, ഇഷ്ടംപോലെ കുടി. ഞങ്ങളുടെ സ്വന്തം വെള്ളമല്ലേ? ഒരാള് കേറിക്കോ. കുഴപ്പമില്ല, ശരി, നടന്നു വന്നോളും. തനിക്ക് മുടിഞ്ഞ സ്പീഡാണല്ലോ. താനിതെങ്ങോട്ടാ പോകുന്നത്? അവിടെ നില്ലടോ. നിൽക്കണോ അവിടെ? ആളിറങ്ങണം. എടോ, വീട്ടിലെത്തിക്കാനല്ലേ പറഞ്ഞത്? ഇതാ എന്റെ വീട്.
ആദ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നത്. ഇനി നമുക്ക് മൃഗങ്ങൾക്ക് വരുന്ന അസുഖങ്ങളെ പറ്റി പഠിക്കാം. ഓച്ചി! എന്തിനാ ഷെറു കരയുന്നത്? സാറിന്റെ തുമ്മൽ കേട്ടപ്പോ ചെവി വേദനിച്ചു. കരച്ചിൽ നിർത്ത്. ഒന്ന് നിർത്തന്ന്. ചെവി വേദന മാറുന്നില്ലെങ്കിൽ നീ വീട്ടിൽ പോയിക്കോ. നീ എന്തിനാ കരയുന്നത്? കൊമ്പടോ, തുമ്മൽ കേട്ടപ്പോ നീ കരഞ്ഞില്ലല്ലോ, ഇപ്പോഴാണോ കരയുന്നത്? ആ കല്ലുകളുടെ നിൽപ്പത്ര ശരിയല്ലല്ലോ. ഉരുണ്ടിങ് വന്നാൽ നേരെ ഗുഹയിലേക്കാ. അമ്മേ! അയ്യോ, ഇവന് ശകലം മിളക്കമുണ്ടോ? ഓടി വരണേ, ഞാൻ കല്ല് വീണ് ചാവാൻ പോണേ. സൂത്ര, ഇതൊക്കെ താൻ തള്ളിക്കയറ്റിയതാണോ? അല്ലടോ വേണ്ട, താൻ ഇതൊന്ന് തള്ളിപ്പിടി. ശരിക്കും പിടിച്ചോ? അല്ലെങ്കിൽ എല്ലാം കൂടി തലേലാ. താൻ എങ്ങനെ നില്ല്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം. സൂത്ര, ഇപ്പൊ മുഴുവൻ സകലത് കൂട്ടി ഇടിഞ്ഞു പോരുമെന്ന് ഉറപ്പായി. തടി തപ്പുന്നതോ ബുദ്ധി. രക്ഷിക്കണേ! കുന്നിന്റെ ഇപ്പുറത്ത് വന്നത് നന്നായി. ഒച്ചയൊന്നുമില്ലല്ലോ. തീർന്നോ? മുഴുവൻ കല്ലും അപ്പുറത്തേക്ക് ഉരുട്ടിയിട്ടുണ്ട്. ഇനി പ്രശ്നമില്ല. ഇതറിഞ്ഞാൽ സൂത്രം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്താടോ ഒരു കരച്ചില്? അത് ശരി, ചെന്നായ ഭാഗവതരുടെ കച്ചേരിയാ. ആ ഇരിക്കുന്നത് ഭാഗവതരുടെ ഇളയ മോന. ഒരു പണി ഒപ്പിച്ചാലോ? എന്തു പണി? ഇവനെ നമുക്ക് തട്ടിക്കൊണ്ടു പോകാം. മോനെ തിരിച്ചു കിട്ടണമെങ്കിൽ 2 പോത്തിനെ പിടിച്ചു തരാൻ പറയാം. എപ്പടി? വാ പൊത്തിക്കോണം. എന്റെ അമ്മേ, ഇവന്റെ ഒരു കടി. മിണ്ടാതിരി, പോത്തടോ വായ. ഇനി മിണ്ടി പോകരുത്. ആരാ ഓടി വരുന്നത്? അമ്മോ, ഭാഗവതര്. അത് ഭാഗവതരല്ല, ഇവന്റെ മൂത്ത ചേട്ടനാ. ആള് പെശക. ഓടിക്കോ, മൂപ്പര് കാണണ്ട. നില്ലടവിടെ. നിന്നോ? രക്ഷയില്ല. ആനിയനെ എന്തിനാ തട്ടിക്കൊണ്ടുപോയത്? സോറി മോനെ. ആനിയനെ എന്തിനാ തട്ടിക്കൊണ്ടുപോയതെന്ന്? വെരി വെരി സോറി. ഇനി ഇത് ആവർത്തിക്കുമോ? ഇല്ലേ, വീട്ടിൽ പോടാ. അവൻ പോട്ടെ, നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോയിക്കോ. ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച അച്ഛന്റെ പാട്ട് കേക്കണ്ടല്ലോ. സൂത്രന്റെ അമ്മേ, അവിടെ വലിയൊരു പാമ്പ് ചത്തു കിടക്കുന്നു. ഒന്ന് പോയി നോക്കാം. വേണ്ട, കുട്ടികൾ കണ്ടാൽ പേടിക്കും. സൂത്രന്റെ അമ്മേ, ഇന്നു രാത്രി മൂക്കൻ കുന്നിൽ നാടകമുണ്ട്, വരുന്നോ? ഞാൻ വരാം സൈരുവിന്റെ അമ്മേ. ഞങ്ങളുമുണ്ട്. വേണ്ട, ഭീകര നാടകമാ, കുട്ടികൾ കണ്ടാൽ പേടിക്കും. സൂത്ര, കുന്നിന്റെ മുകളിൽ നിന്നാൽ ആനക്കൂട്ടം പോകുന്നത് കാണാമെന്ന്. നമുക്ക് പോയാലോ? വേണ്ട വേണ്ട, ആനക്കൂട്ടത്തെ കുട്ടികൾ ഒറ്റയ്ക്ക് കണ്ടാൽ പേടിക്കും. അമ്മേ, ഞാൻ നാളെ പഠിക്കാൻ പോകുന്നില്ല. അതെന്താ? അവിടെ ആനസാറുണ്ട്. സാറിനെ കൊണ്ടാൽ കുട്ടികൾ പേടിക്കും. എന്തൊരു വൃത്തികേടാണോ തന്റെ ഗുഹ. മൊത്തം തൂത്തുവാരണം. ആവശ്യം കഴിഞ്ഞാൽ പാത്രങ്ങൾ ചുമ്മാ ഇടരുത്, കമഴ്ത്തി വെക്കണം. പിന്നെ തിന്നതിന്റെ ബാക്കിയൊന്നും ഇങ്ങനെ ഇടരുത്. ഈ എല്ലൊക്കെ ഇങ്ങനെ കിടന്നാൽ വൃത്തികേടാ.
എല്ല് നോക്കി തുടച്ച് വൃത്തിയാക്കിയതാ സൂത്ര. വൃത്തിയാക്കി. ആ ഒരുവിധം ക്ലീനായി. മോന് കുറച്ച് സയൻസ് പറഞ്ഞു കൊടുക്കണം. സയൻസിൽ അവൻ വീക്കോ. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തനിക്കും വീക്കോ. എന്തെങ്കിലും പരീക്ഷണം പറഞ്ഞു കൊടുത്താൽ മതി. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അകത്ത് മൊത്തം വൃത്തികേടാ അല്ലേ സൂത്ര? അതൊക്കെ പോട്ടെ, താൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. പരീക്ഷണത്തിനാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടുവരാം. എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. മോനെ, അകത്ത് വേറെ പാത്രമില്ലേ? പകുതി വെള്ളം ആ പാത്രത്തിൽ ഒഴുക്കി. എന്നിട്ട് ഈ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നിട്ട് ഇത് പുറത്ത് വെക്കാം. അകത്തെ പാത്രത്തിലും പുറത്തെ പാത്രത്തിലും വെള്ളം ഒരേ അളവില. പക്ഷെ പുറത്ത് വെച്ച പാത്രത്തിലെ വെള്ളം ആദ്യം വറ്റും, ചൂട് കാരണം. കുറെ നേരം ചുമ്മാ ഇരിക്കാം. അതാണ് ഈ പരീക്ഷണത്തിന്റെ ഹൈലൈറ്റ്. എന്തായി പരീക്ഷണം? വന്നു. അത് വെയിലത്ത് വെച്ച വെള്ളം വേഗം വറ്റും എന്ന് തെളിയിച്ചത്. മോനെ, അകത്തെ പാത്രത്തിൽ ഇതിനേക്കാൾ വെള്ളമില്ലേ? അകത്തെ പാത്രത്തിൽ വെള്ളമില്ല. തന്റെ പരീക്ഷണം പൊളിഞ്ഞു. അയ്യോ! അകത്തെ പാത്രത്തിലെ വെള്ളം എങ്ങനെ തീർന്നു? ഗുഹ വൃത്തിയാക്കാൻ പാത്രം കമഴ്ത്തി വെക്കണമെന്ന് ശരിച്ചേട്ടൻ പറഞ്ഞിരുന്നു. ഡും ഡും. ഹിഹി, കൊള്ളാമല്ലോ. തന്നോടിനി പ്രത്യേകം പറയണു ഇതെടുത്തോണ്ട് പിന്നാലെ വരാൻ. ഇതെന്തിനോ സൂത്ര? ആനയെ പിടിക്കാൻ. ഓ, ഓനെ പിടിക്കാനോ? അതൊരു പഴയ ട്രിക്കാ. ഡും 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 എന്ന് കൊട്ടി ആനകളെ പേടിപ്പിച്ചോടിക്കും. മണ്ടന്മാരായ ആനകൾ ഓടിച്ചെന്ന് കുഴിയിൽ ചാടും. ആഹാ, കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. താനൊരു കാര്യം ചെയ്യ്. മൂക്കൻ മാവിന്റെ അടുത്ത് ഒരു കുഴി കുഴിക്ക്. അരമണിക്കൂർ കഴിയുമ്പോ ഞാൻ ഇവരെ ഓടിച്ചു കൊണ്ടുവരാം. ഡും 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 ഡും. സൂത്രം കൊട്ടു തുടങ്ങി. ഡും 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 ഡും. കൊട്ടു തുടങ്ങിയിട്ടോ മണിക്കൂർ ഒന്നായി, ആന വന്നില്ലല്ലോ. ഡും 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 ഡും. എന്നെ കൊട്ടിയവന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ചേരൂ. പിള്ളേര് പറയാതെ കൊട്ടു നിർത്താൻ നിന്റെ എല്ലാം ഞാനൂരും. ആ ഇന്നലെ ഉറക്കം തീരെ ശരിയായില്ല. മൊത്തം പേടി സ്വപ്നമായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ് ഓക്കെ ആയിട്ടില്ല. വല്ലാത്ത ക്ഷീണം. എന്തോ സൂത്രോ? സൂത്രോ ടീം. എന്തു പറ്റി സൂത്രോ? അയ്യോ, തലയിൽ മുറിവ് വീണിട്ടോ? ആ മേഘം കണ്ട് പേടിച്ചു പോയി. മേഘം കൊണ്ട് പേടിച്ചോ? എന്ത് പറ്റി? സൂത്ര മേഘം കൊണ്ട് പേടിച്ചു വീണ് തല പൊട്ടി. മേഘം വീണാൽ തല പൊട്ടുമോ? താൻ പോയി വൈദ്യരെ കൊണ്ട് കാര്യം പറ. സൂത്രന്റെ അടുത്ത് ഞാൻ തന്നെ ഇരിക്കണം. ഇത് മരുന്നിനുള്ള പ്രശ്നമൊന്നുമില്ല. നന്നായി ഉറങ്ങിയാൽ മാറാവുന്നതേ ഉള്ളൂ. ഉറക്കം ശരിയാവാത്തത് കൊണ്ടാ മേഘം കണ്ടു പേടിക്കുന്നതും മറ്റും. അപ്പൊ തലയിലെ മുറിവ്? അതിനും മരുന്ന് വേണ്ട, തനിയെ മാറിക്കോളും. വൈദ്യുതി കണ്ടിട്ട് ഒന്നും തന്നില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ? വഴിയുണ്ട്. ചേട്ടാ, ഈ ഇലകൾ പിടി, ഞാൻ പോയി കുറച്ചുകൂടി കൊണ്ടുവരാം. മേഘപ്പേടിക്ക് മരുന്നായി തിന്നാനോ? താൻ തിന്നോ? അത് തിന്നു. തിന്നാനല്ലേ കൊണ്ടുവന്നത്? അല്ലെന്നേ, തലയ്ക്ക് പിന്നിൽ കെട്ടിവെക്കാനാ. പിന്നോട്ട് വീഴുമ്പോൾ തല സേഫ് ആക്കാനുള്ള സൂത്രമാ. വൈദ്യരെ, കിട്ടിയ ഇല മൊത്തം വലിച്ചു വാരി തിന്നിട്ടിപ്പോ സൂത്രന് വയറുവേദനയും തുടങ്ങി. സൂത്ര, നമുക്ക് ഈ 2 മുട്ട കിട്ടും. 2 പേർക്കും ഈ 2 മുട്ട? അപ്പോൾ ആകെ 4 മുട്ട. അയ്യടാ. അല്ലടോ,
ഈ 2 മുട്ട നമുക്ക് കിട്ടുമെന്നാ പറഞ്ഞത്. അമ്മേ, മരുഭൂമി പോലുള്ള സ്ഥലം വഴി തെറ്റിയെന്നാ തോന്നുന്നത്. മരുഭൂമിയോ? ഇതോ? മരുഭൂമി എന്ന് പറഞ്ഞാൽ മരവും പുല്ലും ഒന്നും വളരാത്ത സ്ഥലം. ഓ, അപ്പോൾ മരം വളരുന്ന സ്ഥലം മരഭൂമി അല്ലേ? അറിയാത്ത കാടാ, ആരോട് ചോദിക്കും? അതാ അവിടെ ഒരു പോത്ത്. ചേട്ടാ, ഞങ്ങൾ ഉൾപ്പുള്ളി ഗുഹയിൽ വന്നതാ കടിയന്റെ ഒരു ബന്ധുവിനെ കാണാൻ. വളരെ സന്തോഷം. മടക്കത്തിൽ വഴി തെറ്റി. വളരെ സന്തോഷം. കിഴക്കേ കാട്ടിലാ ഞങ്ങളുടെ താമസം. അങ്ങോട്ട് വഴി പറഞ്ഞു തരാമോ? കിഴക്കേ കാട് കിഴക്കേ ഭാഗത്താ. അത് ശരിയാണല്ലോ, ഞങ്ങൾ ഓർത്തില്ല. വളരെ സന്തോഷം. കിഴക്കേ കാട് കിഴക്കാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഏതാ കിഴക്ക്? അതെനിക്കറിയില്ല. ഇവിടെ എല്ലാവരും കിഴക്കും വടക്കും ഒക്കെ അറിയുന്നത് വടക്ക് നോക്കി കീരിയെ കണ്ടിട്ടാ. വടക്ക് നോക്കി കീരിയോ? അതെ, അവൻ എപ്പോഴും വടക്കോട്ടേ നോക്കൂ. അത് നോക്കി ഞങ്ങളും ദിക്കറിയും. ഇതുവഴി പോയിട്ടുണ്ട്. വേഗം ചെന്നാൽ കാണാം. വളരെ സന്തോഷം. ഇവൻ തന്നെ അവൻ. കണ്ടോ, ഒരു വശത്തേക്കാ നോക്കുന്നത്. എന്നാലും ഒന്ന് ചോദിച്ചു ഉറപ്പ് വരുത്താം. വടക്കു നോക്കി കീരിയല്ലേ? അതെ. എപ്പോഴും വടക്കോട്ട് നോക്കുന്ന? അതെ. അവൻ ഇടത്തോട്ടാ നോക്കുന്നത്. അപ്പോൾ അതാണ് വടക്ക്. അപ്പോൾ മുന്നിലാണ് കിഴക്ക്. അതൊക്കെ തനിക്കെങ്ങനെ മനസ്സിലായി? ഇടതുവശത്ത് വടക്കാണെങ്കിൽ മുന്നിൽ കിഴക്ക്. അത് തനിക്കറിയില്ലേ? ഇല്ല. അതങ്ങനെയാ. ഇവന്റെ പിന്നാലെ ഓടിക്കോ. നമ്മൾ കിഴക്കോട്ടാ. നേരെ ഓടിയാൽ നമ്മുടെ കാട്ടിലെത്തും. തളർന്ന് 1 മണിക്കൂറായി ഓടുന്നു. ഓടിയ ദൂരം വെച്ച് നോക്കുമ്പോ കാടെത്താറായി. ദാ അവൻ നിന്നു. എനിക്കൊരു കഴുത്തുവേദന. ഓ, ഈ കാട്ടിലെ വൈദ്യരെ കാണാൻ വന്നതാ. കഴുത്ത് ഇടത്തോട്ടേ തിരിക്കാൻ പറ്റുന്നുള്ളൂ. ഓ, ഞാനും വിചാരിച്ചു വടക്കു നോക്കി കീരി എന്താ തെക്കോട്ട് നോക്കി ഓടി വരുന്നതെന്ന്. തെക്കോട്ടോ? ചതിച്ചടാ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം പടിഞ്ഞാറോട്ടാ ഓടിയത്. സൂത്രനെ എന്റെ ഗുഹയുടെ മുന്നിലൂടെയുള്ള നടപ്പ് പറ്റില്ല. അയ്യോ, ഞങ്ങളിനി നടക്കാതെ വന്നോളാം. അതല്ല, ആരും ഗുഹയുടെ കുറുകെ നടക്കാതിരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. വഴി ഉണ്ടാക്കുന്നത് നടക്കാനല്ലേ സൂത്ര? 2 സൈഡിലും മരമതിൽ കെട്ടിയാൽ മതി ചേട്ടാ. ഒരേ മരം കൂടി അങ്ങനെ ഒരു മതിൽ. മുന്നിൽ ഇങ്ങനെ 2 സൈഡിലും കുറുക്കൻ പൊക്കത്തിൽ മതിൽ കെട്ടാം. കുറുക്കൻ പൊക്കത്തിലോ? എന്ന് വെച്ചാൽ കുറുക്കന്റെ പൊക്കത്തിൽ. അതെങ്ങനെ? വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പൊക്കത്തിലാണോ? എന്നാ പിന്നെ വേഗം മതില് പണി തുടങ്ങിക്കോ. ഞങ്ങളോ? പിന്നെ ഞാനാണോ പണിയുടെ മതിൽ? ഐഡിയ പറഞ്ഞും പോയി. ഓലപ്പൊക്കം എന്ന് താൻ പറയാഞ്ഞത് ഭാഗ്യമായി. ഓ, തീർന്നു. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. കൊള്ളാം, പക്ഷേ ഇത് 2 ആക്കി തിരിക്കണം. 2? എങ്ങനെ? അകത്തേക്ക് പോകാൻ ഒരു വഴി, പുറത്തേക്ക് വേറെ വഴി. ഇതുപോലെ പണി തീരുമ്പോ വിളിച്ചാ മതി. ഇങ്ങനെ പണിതാൽ എന്റെ പണി തീരും. ശരി, പിന്നെ ഏൽപ്പിക്കാം. എടോ, ഇതിന്റെ കൃത്യം നടുവിൽ ഒരു അരമതിൽ കൂടി വേണം. വഴി കൃത്യം പകുതിയായിരിക്കണം. താൻ പണി തുടങ്ങിക്കോ. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളം കുടിച്ച് 1/2 മണിക്കൂർ വിശ്രമിച്ചിട്ട് വരാം. സൂത്ര, ഓടുവോ? കടിയൻ ഒടുക്കത്തെ ചൂടിലോ? പണി തീർന്നില്ലേ? തീർന്നതോ? പക്ഷെ മൊത്തം പൊളിക്കാനോ പറയുന്നത്? താൻ അളവെടുത്തത് തെറ്റിക്കാണോ? പൊളിക്കടാ മതിൽ. സത്യമായിട്ട് ഞാൻ അളവെടുത്തത് കൃത്യം നടുവിലോ പണിയതത്. സൂത്ര, തീരെ വയ്യ. വല്ലാത്ത ക്ഷീണം. വരകളിലൊക്കെ ചൊറിച്ചിലുമുണ്ട്. അതെന്തോ സൂത്ര? അതെന്താണെന്ന് എനിക്കും അറിയില്ല. എനിക്ക് വരയില്ലല്ലോ.
താൻ പോയി വൈദ്യരെ കാണടൂ. വൈദ്യരെ കണ്ടു. ഒരു മരുന്ന് പാത്രം വേണം. പാത്രം ഇവിടെയുണ്ട്, തരാം. ഏതെങ്കിലും പാത്രമല്ല, നീര വരെയുള്ള മത്തങ്ങയുടെ തോട് കൊണ്ടുള്ള പാത്രം തന്നെ വേണം. അതിവിടെയില്ല, വേറെ ആരോടെങ്കിലും ചോദിക്ക്. എനിക്ക് തീരെ വയ്യടോ. എന്നാൽ താനിവിടെ ഇരി, പാത്രം ഞാൻ സംഘടിപ്പിക്കാം. നീല വരെയുള്ള മത്തങ്ങയുടെ തോടിന്റെ പാത്രമല്ലേ അത്? എത്ര തവണ മരുന്ന് കഴിക്കാനാ വൈദ്യര് പറഞ്ഞത്? ഒരു തവണ കഴിച്ചാ മതി. മത്തങ്ങ തോടിന്റെ പാത്രം തരാം. നീല വര നിങ്ങൾ വരച്ചോ. അത് പറ്റില്ല. എന്റെ അപ്പൂപ്പന്റെ കയ്യിൽ അങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നു. എങ്കിൽ അപ്പൂപ്പനോട് ചോദിക്ക്. പക്ഷെ അപ്പൂപ്പൻ ഞാൻ ജനിക്കും മുൻപേ ചത്തു. അപ്പൂപ്പൻ വേണ്ട, പാത്രം മതി. പക്ഷെ പാത്രം അതിന് മുമ്പേ പൊട്ടി. 7 മുലകൾക്കപ്പുറം 7 പുഴകൾക്കപ്പുറം അങ്ങനെ ഒരു പാത്രം ഉണ്ടെന്ന് ഉണ്ടോ? ഒരു മുത്തശ്ശി കഥയിൽ കേട്ടിട്ടുണ്ട്. മണ്ണം കേട്ട, മരുന്ന് പാത്രം കിട്ടുന്ന ലക്ഷണമില്ല. അനിയന്റെ ഗുഹയിൽ അങ്ങനെ ഒരു പാത്രം കണ്ടിട്ടുണ്ട്. പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ, നീല വരെയുള്ള മത്തങ്ങ പാത്രം ഒന്ന് തരാമോ? പറ്റില്ല, മോൻ കളിക്കുന്ന പാത്രമോ? ശരി, പിന്നെ ഒരു മരുന്ന് കഴിക്കാന് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. വേഗം തരണം. ഒരു വിധത്തിലാ പാത്രം കിട്ടിയത്. വേഗം മരുന്ന് കഴിക്ക്. താനത് തിന്നോ? ട്രംഗ്ലും. മരുന്ന് പാത്രം ആണെന്ന് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ പാത്രം തന്നെയോ മരുന്ന്. എന്താടോ ഒരു വിഷമം? ഒരുത്തനെന്നെ മണ്ടനെന്ന് വിളിച്ചു, അതും ഒരു കഴുത. ആ വിളിയൊക്കെ കുറെ കേട്ടതോ. എന്നാലും ചിലപ്പോ ഒരു സങ്കടം വരും. പാവം. എടോ, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ഉള്ള ബുദ്ധി കൂട്ടാൻ ടെക്നിക്കുകളും ഉണ്ട്. ഉണ്ടോ? എങ്കിൽ എനിക്കും കൂട്ടണം. അധികം കൂട്ടണ്ട, കുറച്ചു മതി. തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക, അതാണ് ബുദ്ധി കൂട്ടാനുള്ള വഴി. ഒരു വാചകം പറഞ്ഞാൽ തൊട്ടു പിന്നാലെ പറയുന്നത് അതുമായി ഒരു ബന്ധവുമില്ലാത്ത വാചകമായിരിക്കണം. റെഡിയാണോ? ആദ്യം ഞാൻ പറയാം. ഇന്നലെ ഞാൻ മൂങ്ങ വൈദ്യരെ കണ്ടിരുന്നു. ആണോ? എന്തിന്? അല്ല, വേറെ വാചകം പറ. ഓ, അത് ഓർത്തില്ല. ശരിയോ, മരപ്പൊത്തിൽ ഈച്ച കയറിയല്ലോ. പക്ഷേ കാലത്ത് വ്യായാമം വേണം. ഇങ്ങനെ വിഷയം മാറ്റി മാറ്റി പറഞ്ഞ് ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യും, ബുദ്ധി കൂടും. അതായത് ചക്കക്കുരുവിന് കണ്ണും മൂക്കുമില്ല. ഹിഹി. ചക്കക്കു ഓക്കെ. പാലിന് കറുപ്പ് നിറമില്ല. ഉരുണ്ട കല്ല് നന്നായി ഉരുളും. കുളത്തിൽ ആമയും തവളയും ഉണ്ട്. കടിയൻ എന്നെ തല്ലാൻ പ്ലാൻ ഉണ്ടെന്ന് കേട്ടു. ഒളിക്കാം. ഇനി താൻ പറ. മിണ്ടാതിരി കടിയൻ. ഓക്കെ, വിളിച്ചാൽ തല നനയും. മിണ്ടാതിരിയടോ കടിയൻ. അത് താൻ പറഞ്ഞതോ? മാറ്റി പറ. മിണ്ടാതിരിക്കാൻ. തനിക്ക് മാറ്റി പറയാൻ പറ്റുന്നില്ലേ? സൂത്ര, തന്റെ ബുദ്ധി പോയോ? അയ്യോ അയ്യോ. മണ്ടനെന്നും മണ്ടൻ തന്നെയായിരിക്കും. ഓ, സൂത്രന് വിഷയം മാറ്റി പറയാൻ പറ്റി. താങ്ക് യു ചേട്ടാ. ചേട്ടന്റെ ഇടി കാരണം സൂത്രന് ബുദ്ധി തിരിച്ചു കിട്ടി. എന്റെ തുമ്പിക്കൈന് എന്തോ പ്രശ്നമുണ്ട്, മണം കിട്ടുന്നില്ല. തുമ്പിക്കൈയൊന്ന് വേറെ തന്നെ പ്രശ്നമോ? കൈ കൊണ്ട് ആരെങ്കിലും മണം പിടിക്കുമോ? വൈദ്യരെ ഒന്ന് കാണണം. എത്ര ദിവസമായി മണം കിട്ടാതായിട്ട്? 4-5 ദിവസമായി. ശ്വാസതടസ്സമുണ്ടോ? ഇല്ല. ഒരു പൊടി തരാം, തുമ്പിക്കൈക്കുള്ളിൽ ഇടാനുള്ളതാ. പക്ഷേ അതിന് ചെറിയൊരു എലിയെ വേണം. എലിയെ പൊടിച്ചാണോ തുമ്പിക്കൈയിൽ ഇടുന്നത്? അല്ല, തുമ്പിക്കൈക്കുള്ളിൽ കയറി മരുന്ന് വെക്കാനാ എലി. പുറമേ നിന്ന് ഇട്ടുകൊടുത്താൽ പോരാ, അകത്തു കയറി ചെന്നിടണം. എലിയെ സംഘടിപ്പിക്കാം. ഇവൻ മതി, തുമ്പിക്കൈയിൽ കയറാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ആനയെ ചികിത്സിക്കുന്നത്. ആ മരുന്നാണ് തുമ്പിക്കൈയിൽ ഇടേണ്ടത്. 2 നേരം കുറേശ്ശെ വിതറിയാൽ മതി. മരുന്ന് ഇട്ടിട്ട് വരാം. ഓണോനില്ലല്ലോ. അവൻ വഴിതെറ്റി വയറ്റിലെത്തിയോ? സക്സസ്. ഓ,
വന്നു. ഇതുപോലെ 2 നേരം ചെന്ന് മരുന്നിടണം. സമ്മതിച്ചോ? ഓക്കെ. വൈദ്യര് 2 ദിവസമായിട്ട് ആ എലി വരുന്നില്ല. ഇല്ല, പോരാത്തതിന് ഇപ്പൊ ചെറിയ ശ്വാസതടസ്സം തുടങ്ങി. ശരി, ആ എലി അന്വേഷിച്ചു പോയിട്ടുണ്ട്. സൂത്രോ, അവനെ കിട്ടി. എന്താടാ മരുന്നിടാൻ വരാതിരുന്നത്? എന്തിനാ നീ മുങ്ങി നടന്നത്? അത് സോറി, മരുന്ന് മാത്രം എവിടെയോ വെച്ച് മറന്നു. എവിടെയാ വെച്ചതെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ശ്വാസതടസ്സത്തിന്റെ കാര്യം മനസ്സിലായി. മരുന്ന് മാത്രം എവിടെയാണ് മറന്നു വെച്ചതെന്നും. താനാണോ അമ്പടൻ പുലി? അതെ, അമ്പകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാ. എങ്കിൽ 25 അമ്പ് വേണം, പെട്ടെന്ന് വേണം. ഉപയോഗിക്കുമ്പോ ഇത് ഒടിയുമോ? മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ ഒടിയില്ല. മര്യാദക്കേടുമൊക്കെ ഞാൻ തീരുമാനിക്കും. ഇതിലൊരെണ്ണം ഓടിക്കാലുണ്ടല്ലോ, തന്നെ ഞാൻ ഈ അമ്പിൽ കോർക്കും. അതോരോ ആവോ, എനിക്കറിയില്ല. അമ്പിൽ ഏതോ ഒരെണ്ണം ഒടിഞ്ഞാ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലോ. ഏതോ ഒരെണ്ണമല്ല, ഏത് അമ്പ് ഒടിഞ്ഞാലും പ്രശ്നമാ. ഒടിഞ്ഞാൽ എന്റെ കഥ അങ്ങേര് തീർക്കും. ആകെ ടെൻഷനായല്ലോ. ഞാൻ പ്രാക്ടീസ് തുടങ്ങാൻ പോകുന്നു. അനങ്ങാതെ അങ്ങോട്ട് ചേർന്ന് നിൽക്ക്. അനങ്ങരുത്. അനങ്ങിയാൽ തന്റെ മേൽ അമ്പ് കുത്തിക്കേറും. ചക്. അയ്യോ. ചക് 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 ചക്. കൈവിട്ട കളിയാ. നമുക്ക് തടഞ്ഞാലോ? വേണ്ട, അങ്ങോട്ട് ചെല്ലുന്നത് റിസ്കാ. സൂത്രോ, ശരി വന്നു. കൂട്ടുകാരായാൽ ഇങ്ങനെ വേണം. ഇറങ്ങി ഓടോ, തലപോണ കേസോ ഇത്. കണ്ടോ, ഇതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. താനെങ്കിലും വന്നല്ലോ എന്നെ രക്ഷിക്കാൻ. തന്നെ രക്ഷിക്കാണ്. താൻ ഇതിനകത്ത് കയറി നിന്ന് അമ്പെങ്ങാനും ഒടിഞ്ഞാൽ ആ പാവം അമ്പടന്റെ കാര്യം കുഴപ്പത്തിലാവും, അറിയാമോ?